ന്യൂയോർക്ക് ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ് എന്ന് പറയാറുണ്ട്. ഞാനിവിടെ ന്യൂയോർക്കിലെത്തിയിട്ട് 10 മാസം ആകാറായതേ ഉള്ളൂ. എനിക്കിപ്പോൾ ന്യൂയോർക്ക് ഒരു വികാരമാണ്. 4 സീസണുകളും, അതായത് സ്പ്രിംഗ്, സമ്മർ, ഫാൾ, വിൻ്റർ എല്ലാം തന്നെ അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു സ്റ്റേറ്റാണ് ന്യൂയോർക്ക്. 4 സീസണുകളിലെയും കാഴ്ചകളും ക്ലൈമറ്റും ഒക്കെ വ്യത്യസ്തമായിരിക്കും, പക്ഷേ എല്ലാം തന്നെ സുന്ദരവുമാണ്. ന്യൂയോർക്കിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് ഓരോ സീസണിലും നമുക്ക് കാണാൻ കഴിയുക. ഏതാണ് ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് ഈസ് അമേസിങ് ഓൾ ഇയർ റൗണ്ട്. ന്യൂയോർക്കിലെ ഓരോ സീസണിലെയും വെതർ, അട്രാക്ഷൻസ്, വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വിൻ്റർ സീസൺ ആണ് ഇവിടെ. ഡിസംബറിലെ ഒരു ആവറേജ് ടെമ്പറേച്ചർ 5 ഡിഗ്രിയോ അതിൽ താഴെ ആയിരിക്കും. ജനുവരി, ഫെബ്രുവരി ആയാൽ പിന്നെ 1 ഡിഗ്രിയിൽ താഴെയും, മിക്കപ്പോഴും മൈനസ് ടെമ്പറേച്ചർ ആയിരിക്കും. വിൻ്ററിൽ ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുന്നത് ഒരു മാജിക്കൽ മൊമെൻ്റ് ആയിരിക്കും. എസ്പെഷ്യലി ക്രിസ്മസ് ടൈം ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് പലരുടെയും ബക്കറ്റ് ലിസ്റ്റാണ്. ആ ഒരു സമയത്ത് ന്യൂയോർക്ക് അടിമുടി മാറും. ലൈറ്റുകളും ക്രിസ്മസ് ഡെക്കറേഷൻസും മഞ്ഞും തിരക്കും ഒക്കെയായി ഒരു വിൻ്റർ വണ്ടർലാൻഡ് തന്നെയായി മാറും ഇവിടം. തണുപ്പിനെ പ്രതിരോധിക്കാൻ നല്ലൊരു ജാക്കറ്റും ക്യാപ്പും ഗ്ലൗസും ഒക്കെ ഇട്ട് ഒരു വൈകുന്നേരം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ചെല്ലണം. റോക്ക്ഫെല്ലർ സെന്ററിലെ ലൈവ് ക്രിസ്മസ് ട്രീയും, സെന്റർ പാർക്കിലെയും ബ്രയാൻ പാർക്കിലെയും ഐസറിങ്ങും, സാക്സ് ഫിഫ്ത്ത് അവന്യൂവിലെ ക്രിസ്മസ് ഫക്കേഡും ലൈറ്റ് ഷോയും ഒക്കെ കാണണം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വന്ന ജനസാഗരങ്ങളുടെ ഇടയിൽ അലിഞ്ഞു നീങ്ങണം. ന്യൂയോർക്ക് നഗരത്തിന്റെ മാന്ത്രിക വലയം അനുഭവിച്ചറിയാം. ജനുവരിയും ഫെബ്രുവരിയും ന്യൂയോർക്ക് സുന്ദരമാണ്. ഇല കൊഴിഞ്ഞ ചില്ലകളിൽ താങ്ങാൻ കഴിയുന്നതിലും അധികം മഞ്ഞ് വീണ് നിൽക്കുന്ന മരങ്ങളും, മഞ്ഞ് വീണ പുലർക്കാലങ്ങളിൽ കൊത്തിപ്പെറുക്കാനെത്തുന്ന കുഞ്ഞിക്കിളികളും, വെള്ള പുതച്ച മൈതാനങ്ങളും, അങ്ങനെ അങ്ങനെ. ഒരുപാട് തണുപ്പ് പറ്റില്ല, പക്ഷെ ന്യൂയോർക്ക് കാണണം എന്നുള്ളവർക്ക് സ്പ്രിംഗ് സീസൺ ഉണ്ട്. വിന്ററിൽ നിന്നും ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂടും. മരങ്ങളെല്ലാം തളിർത്ത് പൂവിട്ട് തുടങ്ങും. പേരറിയാത്ത കാട്ടുപൂക്കളുടെ സുഗന്ധം നിറയും. ചെറിപ്പൂക്കളും ഡാഫോഡിൽസും വർണ്ണപ്രപഞ്ചം തീർക്കും. കിളികൾ സന്തോഷത്തോടെ പാറി നടക്കും. ഏതോ ചുവർ ചിത്രത്തിൽ വരച്ച സീനറി പോയാകും ന്യൂയോർക്ക്. മരങ്ങൾക്കും ചെടികൾക്കും മാത്രമല്ല മാറ്റം, മൃഗങ്ങൾക്കും മനുഷ്യനുമുണ്ട്. ഹൈബർനേഷനിലായിരുന്ന മൃഗങ്ങളൊക്കെ പതുക്കെ പുറത്ത് തല നീട്ടി തുടങ്ങും. മനുഷ്യരും വിന്ററിന്റെ ആലസ്യം വിട്ടൊഴിഞ്ഞ് പാർക്കുകളിലും മൈതാനങ്ങളിലും ഒത്തുചേരും. ഫ്ലവർ ഷോകളും സൺസെറ്റും ഔട്ട്ഡോർ ആക്ടിവിറ്റികളും എല്ലാം ഉണരും. മേസീസ് ഫ്ലവർ ഷോയും സെൻട്രൽ പാർക്കും അവിടുത്തെ ബോട്ടിങ്ങും, ന്യൂയോർക്ക് സിറ്റി ബൊട്ടാണിക്കൽ ഗാർഡനും മാഡിസൺ സ്ക്വയർ ഗാർഡനും സെന്റ് പാട്രിക്സ് ഡേ പരേഡും ഒക്കെ സ്പ്രിംഗ് സീസണിലെ സ്പെഷ്യാലിറ്റീസ് ആണ്. മാർച്ച് മുതൽ മെയ് വരെയാണ് സ്പ്രിംഗ് സീസൺ. നല്ല പെരുമഴക്കാലം തുടങ്ങുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമ്മറാണ് ഇവിടെ. വിന്ററിൽ തണുത്ത് വരച്ച നമ്മൾ സമ്മറായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വേർത്ത് തുടങ്ങും. ഒരു ഷോർട്ട് ഡ്രസ്സും ഇട്ട് കുറച്ച് സൺസ്ക്രീനൊക്കെ തേച്ച് ഒരു സൺഗ്ലാസും വെച്ച് നമുക്ക് സിറ്റിയിലേക്ക് ഇറങ്ങാം. റൂഫ് ടോപ്പ് ബാറുകളും കോക്ടെയിലും ബീച്ച് സൈഡ് ട്രീറ്റുകളും, അങ്ങനെ ന്യൂയോർക്ക് വേറൊരു ലോകമായി മാറും. അപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജും കോണി ഐലൻഡും ലിങ്കൺ സെന്റർ ഫെസ്റ്റിവലും ഒക്കെയാണ് ന്യൂയോർക്ക് സമ്മർ അട്രാക്ഷൻസ്. പറഞ്ഞാൽ തീരാത്ത അത്രയും സമ്മർ ആക്ടിവിറ്റീസും അട്രാക്ഷൻസും എല്ലാം ഉണ്ട് ന്യൂയോർക്കിൽ. ടൈംസ് സ്ക്വയറും എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും എല്ലാം സീസൺ ഏതായാലും അട്രാക്ഷൻസ് തന്നെയാണ്. സ്പ്രിംഗ് പോലെ തന്നെ സുന്ദരമാണ് ഫാൾ. ഇലപൊഴിയും കാലമാണ് ഫാൾ. ആദ്യം പച്ച ഇലകൾ ചുവപ്പും മഞ്ഞയും ഓറഞ്ചും ഒക്കെയായി പരിണാമം പ്രാപിക്കുന്നു.
ഇലകളോ പൂക്കളോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിറങ്ങൾ കൊണ്ടൊരു വർണ്ണ പ്രപഞ്ചം തീർക്കും പ്രകൃതി അപ്പോൾ. പിന്നീട് അത് സ്വർണ്ണവർണ്ണമായി മാറും. അധികം വൈകാതെ ചില്ലകളോട് വിട പറഞ്ഞ് ഇലകൾ മണ്ണിലേക്ക് മടങ്ങും. പാതയോരങ്ങൾ അങ്ങനെ മഞ്ഞ കമ്പളം വിരിച്ചു കിടക്കും. സമ്മറിന്റെ കാഠിന്യം കുറഞ്ഞ് ഭൂമി തണുത്തു തുടങ്ങുന്ന സമയമാണ്. ഇല പാതി കൊഴിഞ്ഞ മരങ്ങളും കാറ്റിൽ പതിയെ അടർന്നു വീഴുന്ന ഇലകളുടെ ഭംഗിയും ആസ്വദിക്കാം. ചായം തട്ടിമറിഞ്ഞ ക്യാൻവാസ് പോലെ വർണ്ണാഭമായിരിക്കും ന്യൂയോർക്ക് അപ്പോൾ. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഫാൾ. ഹാലോവീൻ ആഘോഷങ്ങൾ നടക്കുന്നതും ഈ ഒരു സീസണിലാണ്. ഹാലോവീൻ ആഘോഷങ്ങളുടെ ആഘോഷങ്ങളും കെട്ടടങ്ങുന്നതിന് മുൻപേ ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസും ലൈറ്റിങ്ങുകളും എല്ലാം തുടങ്ങും. നവംബർ മുതൽ ട്രീകൾ ഒരുക്കാനും ലൈറ്റുകൾ തൂക്കാനും ഒക്കെ തുടങ്ങും ഇവിടെ. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ ഒരു വർഷം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു ആഘോഷമുണ്ട് ഇവിടെ, താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷൻ. ഒരുപാട് ആളുകൾ വരാനും കാണാനും ഇഷ്ടപ്പെടുന്ന മേസീസ് താങ്ക്സ് ഗിവിംഗ് ഡേ പരേഡും ഈ സീസണിന്റെ ഒരു അട്രാക്ഷനാണ്. ന്യൂയോർക്ക് ഒരു അത്ഭുത ലോകമാണ്. ആരുടെയും മനം മയക്കുന്ന ഒരു വശ്യത ന്യൂയോർക്കിനുണ്ട്. സീസൺ ഏതായാലും ന്യൂയോർക്ക് നിങ്ങളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ദ സിറ്റി ദാറ്റ് നെവർ സ്ലീപ്പ്. ന്യൂയോർക്ക് ഒരിക്കലും ഉറങ്ങാറില്ല.